ഈ നെല്ലിക്കപ്പാറ തമ്പുരാൻ ക്ഷേത്രം എന്നാണ് പറയുന്നത്. ശാസ്താവ്. ഇവിടെ ഉത്സവങ്ങളൊക്കെ ഉണ്ടോ? ഉത്സവം ഇല്ല. ഇവിടെ വർഷങ്ങളില് കൊടിതിയാണ്. കൊടിതി അത് നമ്മളെ അവിടുത്തെ പുഴയക്കാര ക്ഷേത്രത്തില് ആ സമയത്ത് ഇവിടെയും പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ പായസവും ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ സഞ്ചാരഭാഗം തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അവിടെ വന്നപ്പോഴത്തേക്കാണ് നമ്മള് ആനെ കണ്ടിട്ട് നമ്മൾ എന്നിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് ഓടിയെന്ന് പറഞ്ഞു. ഇതുവഴി ചൂട് സമയത്ത് കയറൂല. ഇവിടെ കൊടുതിയാണല്ലേ? കൊടുതി അയ്യപ്പൻ ശാസ്താവ്. അങ്ങനെ നമ്മൾ എവിടെ വന്നു കഴിഞ്ഞാലും ഒരു പൂജയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എവിടെ പോയാലും നമ്മളെ ദൈവം അനുഗ്രഹിച്ചാണ് വരുന്നത്. കാരണം നമ്മൾ ഒരുപാട് വനത്തിൽ വളരെ റിസ്ക് എടുത്ത് യാത്ര ചെയ്യാറുണ്ട്. ഇതുവരെ നമുക്ക് ആനയൊക്കെ ഓടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല. ദൈവം ഒപ്പമുണ്ട്. അപ്പൂപ്പൻകാവിലായാലും ഇതുപോലെ എല്ലാ സ്ഥലത്തിലും. നമ്മുടെ സാസാവിന്റെ അടുത്ത് നമ്മൾ തിരികെ വണ്ണം തന്നെ വെച്ചു കുപ്പിയിലല്ലേ. ഞങ്ങള് നമ്മുടെ ശബരിമല പോയിട്ട് വന്നതേ ഉള്ളൂ. നമ്മള് പമ്പയിൽ വരെ നമ്മളെ ശാസ്താവിനൊക്കെ തിരിയെത്തിച്ചിട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. എന്താണ് ഇവിടുത്തെ കൊടുതിയൊക്കെ? എന്താണ് ഇവിടെ കുമ്പത്തിലാണ്. ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ദിവസം ഇല്ല. നമ്മളെ ആൾക്കാരെല്ലാം കൂടെ തീരുമാനിക്കും. അങ്ങനെ ഒരു ദിവസം കുംഭത്തിലെ ഒരു ദിവസം കുംഭമാസം തന്നെ നടത്തും. വലിയ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടോ? നമ്മൾ ഗോത്രഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടായിട്ടുള്ള ഇതൊക്കെ അതിന്റെ ചെയ്യും. പ്രധാനം എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ പൊരി ഇതൊക്കെ വെച്ചിട്ട് അത് നിങ്ങളൊരു ദിവസം നമ്മളെ ഇത് കുടി സമയത്ത് നമ്മൾ ക്ഷണിക്കാം. അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത കുടുതിക്ക് അപ്പോഴും അതെല്ലാം രാത്രിയിലാണ്. സംവിധാനം ഉണ്ട്. നമുക്കവിടെ തങ്ങാനൊക്കെ ഉണ്ട്. കെട്ടിടമുണ്ട്. അപ്പോ നമ്മള് വന്നത് നല്ല സമയത്താണ്. ശിവൻകുടി ചേട്ടനെ കിട്ടി. ചേട്ടന്റെ പണിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മള് നെല്ലിക്കപ്പാറ, നിങ്ങൾക്കറിയാം, നമ്മുടെ വിതുര പഞ്ചായത്തിലെ പേപ്പാറയിലെ തൊട്ടപ്പുറം ഡാമാണ് കേട്ടോ. ആനകൾ പാസ് ചെയ്ത സ്ഥലമാണ്. ശാസ്താവിന്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഗോത്രാചാര പ്രകാരം പ്രതിഷ്ഠകളല്ല, കല്ലിനെയും മരത്തിനെയും വായുവിനെയും എല്ലാം ആരാധിക്കുന്നവരാണ് അവര്. അതുകൊണ്ട് നമ്മൾ ആ ചിട്ടകളൊക്കെ അനുസരിച്ച് വേണം വനത്തെ യാത്ര ചെയ്യാൻ. ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് ആനകളൊക്കെ അങ്ങനെ കാണും. അപ്പോൾ ഗണപതിയൊക്കെ കണ്ടിട്ടേ പോകും. അപ്പോൾ ചേട്ടാ വാ, ഞങ്ങളിങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വരുമ്പോൾ ഒരുപാട് കൂട്ടുകാരെ കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ശിവൻകുട്ടി ചേട്ടന്റെ പിന്നാലെ പേപ്പാറയിലെ കൊടിയക്കാല ഉന്നതിയിലേക്ക് പോവുകയാണ്. ഞാനും രതീഷും ഉണ്ട്. ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ. അപ്പം മഴക്കാലത്ത് വനത്തിന്റെ ഒരു സിറ്റുവേഷൻ പ്രത്യേകം പറയണ്ടല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചന വരുമ്പോഴാണ് നമുക്ക് ഇവിടെ തന്നെയുള്ള എല്ലാം അറിയാവുന്ന ഒരാളെ കിട്ടിയത്.
രാത്രി എന്തെങ്കിലുമൊക്കെ ആശുപത്രിയിൽ പോകണമെങ്കിൽ എന്ത്? അതാണ് വിഷയം. ജാനയുള്ളതുകൊണ്ട് ആ രാത്രി ആകുമ്പോഴത്തേക്ക് വണ്ടിക്കാരെന്ന് വിളിച്ചാലും വരെ അവര് കാണരുന്നു. അപ്പോൾ വെള്ളം വരുന്നുണ്ടോ മോളിൽ നിന്ന്? ആ എന്റെ പേര് സുചിത്ര, ഞാൻ ഒരു നിവാസിയാണ്. നമുക്കിവിടെ 75 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. 200 ആൾക്കാരും ഇവിടെ ഉണ്ട്, കുട്ടികളടക്കം. നമുക്ക് ഏറ്റവും വലിയ വിഷയം വന്യമൃഗശല്യമാണ്. അതുകൂടാതെ റോഡ്, കുടിവെള്ളം, ഇതിനെല്ലാം ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ വന്യമൃഗത്തിന്റെ ശല്യമാണ്. കൃഷി ചെയ്യാൻ പറ്റൂല. ഏക വരുമാനം ഇവിടെ ഉള്ളവർക്ക് തൊഴിലുറപ്പിന്റെ വരുമാനം മാത്രമാണ്. ശമ്പളം കിട്ടുന്നത് താമസിച്ചൊക്കെയാണ്. പുറത്ത് പോയി പണി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആർക്കും വണ്ടികളോ അങ്ങനെ ഇല്ല, റോഡ് സൗകര്യം ഇല്ല. ആ ഒരവസ്ഥ. ഇപ്പോഴ് ആനശല്യം, വിളകളിലിറങ്ങി എല്ലാം രാത്രിയെന്നില്ല പകലെന്നില്ല എല്ലാ ദിവസവും വിളയിലിറങ്ങിയാണ് കൃഷികൾ നശിപ്പിക്കണം. അതുപോലെ 2-3 പേര് ആന കൊന്നിട്ടുമുണ്ട്. ഇടയ്ക്ക് തന്നെ ഈ 1-1.5 വർഷമായി കരടി ആക്രമിച്ച്, പിന്നെ ഒരു മാമനെ കാട്ടുപോത്ത് കുത്തി, അതിപ്പോ കിടപ്പുരോഗിയാണ്. ഈ കരടി കടിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 കൈയും ഒടിഞ്ഞ അവസ്ഥയിലാണ്. ചികിത്സ ഇപ്പോഴും ചികിത്സയിലാണ്. അടുത്താണ്, തൊഴിലുറപ്പ് ജോലിക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ അടുത്ത് തന്നെ, വനത്തിന് അടുത്ത് തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയിരുന്ന സമയത്താണ് ആക്രമിച്ചത്. അപ്പൊ അത് വേറൊരു വരുമാനം അവർക്കില്ല. അവര് ഈ തൊഴിലുറപ്പിന്റെ ഇതുകൊണ്ടാണ്. വൈദ്യുതി ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ കുടിവെള്ളമാണ് നമുക്കിപ്പോ ഇല്ലാത്തത്. കണക്ഷൻ ഇല്ല. കുടിവെള്ളം നമ്മുടെ ഈ നീരുറവയെന്ന് ഓസ് വെച്ചെടുത്തും വനത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ. ഇല്ല, ഇപ്പം കുറച്ച് വരുന്നുണ്ട്. അത് ശേഖരിച്ചൊക്കെ വെച്ചാണ്. ഇവിടെ തന്നെ നോക്കി അറിയാം, അതുപോലെയാണ് വെള്ളം വരണം. അതൊക്കെ ശേഖരിച്ച് വെച്ചാണ്. ഡാമിൽ നിന്ന് കുളിക്കാനും നനയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡാമിൽ നിന്നാണ്. അല്ലെങ്കിൽ പോകും, അപകടമാണ്, ചേർന്ന് പോവും. പിന്നെ കുടിക്കാനൊക്കെ നമ്മുടെ അവിടെ ചാലിലൊക്കെ ഓരോ കുളങ്ങളൊക്കെ കുഴിച്ച് അവിടെ നിന്നൊക്കെയാണ് കുടിക്കാനൊക്കെ എടുക്കണം. നമ്മള് ഡാമിൽ നിന്ന് എടുത്ത സാഹചര്യം ഉണ്ട് കുടിക്കാൻ. ചുമന്നുകൊണ്ട് ദൂരമുണ്ട്. ഇപ്പം തന്നെ 2-3 കിലോമീറ്റർ പോയാണ് അങ്ങറ്റം വരെ ആൾക്കാരുണ്ട്. നടന്നാണ് പോയി വെള്ളം എടുക്കുന്നത്. പുലിയുണ്ട്, പട്ടികളൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇതുവരെ ആയിട്ട് ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല. ആനയാണ് കൂടുതൽ. ആന, കാട്ടുപോത്ത്, പന്നി, എല്ലാ മൃഗങ്ങളും പകലും രാത്രിയൊന്നുമില്ല, ഇല്ല, ഇപ്പോഴും ഉണ്ട്. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനുള്ള അംഗനവാടി ഇല്ല. വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു അംഗനവാടി. അപ്പൊ ഇതില് കുട്ടികളുടെ അവര് പറയുന്ന കുട്ടികളുടെ കുറവ് മൂലമാണെന്ന്. 10-15 കുട്ടികളോളം ഇവിടെ ഉണ്ട്, അംഗനവാടി കുട്ടികളുണ്ട്. പക്ഷെ അതിനില്ല. കാരണം ഇപ്പൊ അതിന് പകരം ഒരു പഠനമുറിയാണ് നമുക്ക് ഇവിടെ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതില് കൊച്ചുകുട്ടികളടക്കം പഠിക്കാൻ പോകുന്നുണ്ട്. അത് സ്കൂൾ ടൈം കഴിഞ്ഞ് ഒരു 5 മണി മുതൽ 5:30 ഇവിടെ വണ്ടി വരുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് 8 മണി വരെയാണ് ഇവരെ ക്ലാസ് ടൈം. പക്ഷെ ദൂര സ്ഥലങ്ങളിലൊക്കെ അടുത്ത ഇതിലൊക്കെ പോണത് കൊണ്ട് കുട്ടികളൊക്കെ നേരത്തെ 6 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും. പറ്റൂല. മെമ്പർമാരൊക്കെ നല്ല ആക്റ്റീവാണ്. നമ്മള് ഇപ്പൊ കയറിയതല്ലേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നിന്നിട്ട് റോഡ് കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു. ഇനി ബാക്കി ഭാഗമുണ്ട്. ഫുള്ള് ചെയ്താലേ നമുക്ക് ഇതിനൊരു ഇതാവുള്ളൂ. പക്ഷെ കുടിവെള്ളം ഇപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടിവെള്ളവും പിന്നെ കുട്ടികൾക്ക് നമുക്ക് ഈ പറഞ്ഞ കണക്ക് അംഗനവാടി ഇല്ല. എല്ലാരും പുറത്ത് മീനാംഗ സ്കൂളിനോട് ചേർന്നാണ് പോണ. പിന്നെ ഇവിടെ നമുക്കൊരു അംഗനവാടി ഉണ്ടായിരുന്ന ഇപ്പൊ ഗർഭിണിയൊക്കെ അവർക്ക് പോഷകാഹാരങ്ങളും അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് അതിനുള്ള പോഷകാഹാരം അതൊന്നും ഇവിടെ കിട്ടുന്നില്ല. അപ്പൊ അവര് പുറത്തു പോയാണ് വാങ്ങിക്കണം. പൂരക പോഷകാഹാരമൊക്കെ കുട്ടികൾക്ക് പുറത്തു പോയാണ്. ഇന്നലെ അംഗനവാടി ടീച്ചർ ഇവിടെ കൊണ്ട് തന്നിട്ടാണ് പോയത്. പ്രൊമോട്ടർ ഉണ്ട്, നമ്മുടെ ഒരു കൂട്ടം വോളണ്ടിയർ ഉണ്ട്. പിന്നെ നമുക്ക് ആശാ വർക്കർ, നമുക്ക് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ആശാ വർക്കർ ഇല്ല. എല്ലാ ഊരുകളിൽ നിന്നും നമുക്ക് ആശാ വർക്കർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഊരിൽ നിന്ന് മാത്രം ഒരു ആശാ വർക്കർ ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതെല്ലാം പുറത്തുനിന്നാണ് അവരെടുക്കുന്നത്. എടുത്താൽ നമുക്കിത് ഒന്നും ഇവിടെ ഒരു അത്യാവശ്യം വന്നൊരു കിടപ്പ് രോഗി വന്നാൽ നമുക്ക് പെട്ടെന്ന് അറിയിക്കാനോ ഇതൊന്നും അവര് വന്ന് നോക്കൂല. അല്ല, ഉന്നതിയിലുള്ളവരല്ല, പുറത്തുനിന്നാണ്. നമുക്ക് ഈ പൊടിയക്കാരെ ഊരിൽ നിന്ന് പുറത്തു നിന്നാണ് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യത്തിന് വരും, അത് ആ സമയമാകുമ്പോ അവര് നമ്മളെ അറിയിക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ
അന്വേഷണോ അങ്ങനെയൊന്നും ഇല്ല. അതാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഊരിൽ നിന്ന് തന്നെ ഒരു ആശാവർക്കറെ എടുക്കണമെന്നാണ്.